Hello, my dear friends. Welcome back to Xmates FM 2K01. നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഹജീബ് ഖാൻ. പ്രിയ കൂട്ടുകാരെ, നമ്മളൊരു കഥ പറഞ്ഞു തുടങ്ങിയിരുന്നു. ഓർമ്മയില്ലേ? ശില്പകല. ആ കഥയുടെ ബാക്കി കേൾക്കണ്ടേ? എന്നാ കേട്ടാലോ? കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. പുതിയ പേരും നാളും ജാതകവും ജോലിയും സ്ഥലവുമായി അങ്ങനെ എല്ലാം പുതിയതായി ശില്പയും കലയും അവരുടെ പുതിയ ജീവിതത്തിലേക്ക് യാത്ര തുടങ്ങി. ശില്പകല എപ്പിസോഡ് നമ്പർ 2 കഥ തുടരുന്നു. വളരെയേറെ സന്തോഷത്തോടെയായിരുന്നു അന്ന് ശില്പയും കലയും ഹോസ്റ്റലിലെത്തിയത്. ഹോസ്റ്റലിലെ സുഹൃത്തുക്കൾക്ക് അവർ ഒരുപാട് മധുരപലഹാരങ്ങൾ നൽകി. അത് അവരുടെ സന്തോഷം പങ്കുവയ്ക്കാനായിരുന്നു. ശില്പയുടെയും കലയുടെയും സൗഹൃദ ബന്ധത്തിൻ്റെ ആഴം വളരെ വലുതായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ അവരുടെ തലമുടിയിൽ നിന്നും ഓരോ മുടിനാരെടുത്ത് രണ്ടും ചേർത്ത് മെടഞ്ഞ് ഒരു നൂൽ പോലെയാക്കി. എന്നിട്ട് അവർ അത് ഒരു ചെറിയ ചെപ്പിൽ അടച്ച് സൂക്ഷിച്ചു വെച്ചു. ഡാൻസ് അക്കാദമിയിൽ അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ശില്പയെയും കലയെയും അവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു ശില്പയും കലയും വ്യത്യാസം പ്രകടിപ്പിച്ചിരുന്നത്. അത് മറ്റൊന്നുമല്ല, പാട്ടിൻ്റെ കാര്യത്തിൽ. അതെ, ശില്പയ്ക്ക് മലയാളം പാട്ടുകളോടാണ് ഇഷ്ടം. എന്നാൽ കലയ്ക്കാണെങ്കിൽ ഹിന്ദി പാട്ടുകളോടായിരുന്നു ഇഷ്ടം. അങ്ങനെയിരിക്കെ അവരുടെ ഡാൻസ് ക്ലാസ്സിൽ പാട്ട് പാടുവാൻ ഒരു പുതിയ പാട്ടുമാഷ് വന്ന പാട്ടുമാഷിനെ അവർ പരിചയപ്പെടുകയും ചെയ്തു. പാട്ടുമാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് അനിൽകുമാർ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അനിൽകുമാറിൻ്റേത്. അനിൽകുമാർ യഥാർത്ഥത്തിൽ ഒരു JCB ഓപ്പറേറ്റർ കൂടിയായിരുന്നു. അനിൽകുമാറിൻ്റെ ഒഴിവു സമയങ്ങളിലായിരുന്നു അക്കാദമിയിൽ പാട്ടു ക്ലാസ്സിനായി വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടിനനുസരിച്ച് മുദ്രകൾ ചലിപ്പിക്കുന്നതിൽ ശില്പയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അനിൽകുമാർ എപ്പോഴും നല്ല മലയാളം പാട്ടുകൾ പാടുമായിരുന്നു. മലയാളം പാട്ടുകളോട് ഒരുപാട് ഇഷ്ടമുള്ള ശില്പയ്ക്ക് അനിൽകുമാറിനോട് അതേ ഇഷ്ടം തോന്നിത്തുടങ്ങിയിരുന്നു. ശില്പ ആ വിവരം തൻ്റെ സുഹൃത്തായ കലയോട് പറയുകയും ചെയ്തു. ശില്പയുടെ വാക്കുകൾ കല ഒരുപാട് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ എപ്പോഴും അനിൽകുമാറിൻ്റെ കാര്യങ്ങൾ സംസാരത്തിനിടയിൽ വരാൻ തുടങ്ങിയപ്പോൾ അത് കലയ്ക്ക് മാനസികമായി ശില്പയോട് ഇഷ്ടക്കുറവ് തോന്നുന്നതിനിടയാക്കി. ശില്പയ്ക്ക് അനിൽകുമാറിനോട് ഇഷ്ടം തോന്നിത്തുടങ്ങിയത് മുതൽ എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ അനിൽകുമാറിൻ്റെ പാട്ടുകൾക്ക് താൻ മുദ്ര ചലിപ്പിക്കുന്നത് മനസ്സിൽ കാണുവാൻ തുടങ്ങി. ആ സ്വപ്നം അവളുടെ രാത്രികളിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സരസസുന്ദരി മണി അലസമായി ഉറങ്ങിയോ കനവുമേതൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞു വിരലിൽ വഴുതി വീണു വിരസമായൊരാദിതാളം. ആ സ്വപ്നം അവളുടെ രാത്രികളിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ശില്പയ്ക്ക് അനിൽകുമാറിനോട് തോന്നിയ ഇഷ്ടം മൂലം കലയുമായുള്ള സൗഹൃദ ബന്ധത്തിന് വിള്ളലേൽക്കുമോ?
ശില്പയ്ക്ക് തന്നോടുള്ള സ്നേഹം അനിൽകുമാർ തിരിച്ചറിയുമോ? ബാക്കി അറിയുവാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ X-Mates FM 2K01. It's me signing off. Hajib Khan will be back.